ഉണ്ടാക്കുന്നത് ടൊമാറ്റോ റൈസാണ്. ടൊമാറ്റോ റൈസ് ബസുമതി അരിയിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ പൊന്നിയരിയിലൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ 2 കപ്പ് പൊന്നിയരിയാണ് എടുത്ത് വെച്ചേക്കുന്നത്. അത് നല്ലോണം കഴുകി വെള്ളത്തിലിട്ട് വെച്ചു. ഒരു 20 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ. ഇനി അരി അടുപ്പത്തിടാൻ വേണ്ടി വെള്ളം വെച്ച് നല്ലോണം തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കുക. അതിലേക്ക് ആവശ്യമായിട്ട് ഉപ്പ് എന്ന് പറഞ്ഞാൽ 2 ടീസ്പൂൺ ഉപ്പ് നിറച്ചിട്ടു കേട്ടോ. എന്നിട്ട് അരി നല്ലോണം ഇളക്കി നല്ലോണം ഹൈയിൽ വെച്ചിട്ട് തിളപ്പിച്ചു. അരി ഒരു 90% വെന്താൽ മതി, നല്ലോണം വേവരുത്. നല്ലോണം വെന്ത് കഴിഞ്ഞാൽ വല്ലാണ്ട് ഒട്ടി കട്ടയാവും ചോറ്. അങ്ങനെ ആവാതിരിക്കാൻ നോക്കുക. വെള്ളം പോരെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അരി പാകത്തിന് വെന്തു. ഇനി നമുക്ക് അരി വാർത്ത് വയ്ക്കാം. ആദ്യം വാർത്ത് വയ്ക്കാം. വാർത്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അത് ഒന്ന് ഉലർത്തി ഇടണം. അപ്പോൾ അല്ലെങ്കിൽ പ്ലേറ്റിൽ വിളമ്പി വെച്ചാൽ മതി. അപ്പോൾ അത് നന്നായിട്ട് നമുക്കത് ഉലർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കുലുക്കി പ്ലേറ്റിൽ വിളമ്പി വെച്ചു. ഞാനിവിടെ ഒരു 1.5 സവോള, ഒരു 4-5 പച്ചമുളക്, ഒരു 5-8 വെളുത്തുള്ളി, ഒരു 3 വലിയ തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ചെറിയ കപ്പ്, 1/2 കപ്പ് കപ്പലണ്ടി ഇട്ട് കൊടുത്തു കേട്ടോ. കപ്പലണ്ടി, കാഷ്യൂനട്ട് എന്ത് വേണമെങ്കിൽ ഇടാം. ഇതെല്ലാം ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ഇടുക കേട്ടോ. അപ്പോൾ ഞാൻ കപ്പലണ്ടി ആദ്യം വറുത്തെടുത്തു. ഇനി നമുക്ക് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുന്നത് 1 സ്പൂൺ ഉഴുന്നും 1 ടീസ്പൂൺ കടലപ്പരിപ്പാണ് ഇട്ട് കൊടുത്തത്. അതിനുശേഷം അതൊന്ന് മൂത്തപ്പോൾ ഞാൻ 1 സ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചതും പച്ചമുളക് കീറി വെച്ചതുമാണ്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് മൂത്തപ്പോൾ സവോള അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇനി സവോള ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് സവോള നല്ല ബ്രൗൺ ആവുന്ന വരെ നല്ലോണം വഴറ്റി. കണ്ടില്ലേ, നല്ലോണം വഴന്നു വന്നു. ഇനി നമുക്കതിലേക്ക് തക്കാളി അരിഞ്ഞ് വെച്ച് ചേർത്ത് കൊടുക്കാം. തക്കാളി അരിഞ്ഞ് വെച്ച് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ ഉപ്പ് നേരത്തെ ഇട്ടിരുന്നു, എങ്കിലും ഒരു 1/2 ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് തക്കാളി വഴറ്റിയിട്ടോ. തക്കാളി നല്ല ഉടഞ്ഞു വരുന്നവരെ വഴറ്റണം. നല്ലോണം പേസ്റ്റ് ആയപ്പോൾ അതിലേക്ക് 1 സ്പൂൺ നല്ല മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി ആ മസാല നന്നായി മൂത്ത് വരണം, അതുവരെ നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് നമുക്ക് മസാല ഒന്ന് വെന്ത് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട് വെന്തൊന്ന് യോജിച്ച് വരണം. അപ്പോൾ നമ്മൾ മസാല ഒന്ന് യോജിച്ച് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചോറ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഒരു പകുതി ചോറ് ചേർത്തുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പകുതിയും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യണം. ഒരു 2-3 മിനിറ്റ് നല്ലോണം മിക്സ് ചെയ്യണം. മസാലയൊക്കെ ചോറിൽ നന്നായിട്ട് പിടിക്കുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ അടിയിൽ നിന്നൊക്കെ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് മുകളിൽ കൂടെ നമ്മുടെ കപ്പലിൽ ചേർത്ത് കൊടുക്കാം. കപ്പലിൽ ചേർത്ത് കൊടുത്തു. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയുക. എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ അടുത്തന്നെ വരാം. താങ്ക് യു.